ഹലോ, അരിത്തമെറ്റിക് സീക്വൻസസിന്റെ അടുത്ത പാർട്ട് നോക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി 25th ടേം ഓഫ് ദി AP 100, 95, 90 എക്സെട്ര? എന്താണ് ക്വസ്റ്റ്യൻ? നമുക്കിവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. AP എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിനെ തന്നെ കേട്ടോ, നമ്മുടെ സമാന്തര ശ്രേണിയെ തന്നെയാണ് AP എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? 100, 95, 90 എക്സെട്ര. എന്നിട്ട് എന്താണ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത്? 25ാമത്തെ ടേം 25th ടേം കണ്ടുപിടിക്കാനാണ്. 25th ടേം കണ്ടുപിടിക്കാനാണ്. X25 ആണ് കണ്ടുപിടിക്കേണ്ടത്. X25 കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് എഴുതിക്കേ. 100, 95, 90, എക്സെട്ര. ഇവിടെ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. D ഈക്വൽ ടു ഏത് ഇക്വേഷൻ എടുക്കണം? X2 മൈനസ് X1 എടുത്താൽ മതി അല്ലേ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി. ഈക്വൽ ടു എന്ത് വരും? ഇവിടെ സെക്കൻഡ് ടേം ഏതാടാ? സെക്കൻഡ് ടേം 95 മൈനസ് ഫസ്റ്റ് ടേം 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 മൈനസ് 95 ആയിരുന്നെങ്കിൽ നമുക്ക് 5 കിട്ടിയാണ്. ഇവിടെ 95 മൈനസ് 100 ആണ്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടാൻ പോകുന്നത് -5 ആണ്. -5 ആണ്. 95 100നേക്കാൾ ചെറിയ നമ്പർ അല്ലേ. അപ്പൊ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറച്ചാൽ നമുക്ക് മൈനസ് സൈൻ വരുന്ന ഒരു നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ -5 കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടി -5. ഇനി നമുക്ക് ഈസി ആയിട്ട് 25th ടേം കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? X25 ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ഫസ്റ്റ് ടേം അറിയാം അല്ലെ. ഫസ്റ്റ് ടേം 100 ആണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ടേമിന്റെ കൂടെ 24 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. ഇവിടെ 25 അല്ലേ. 25 കിട്ടാൻ ഒന്നിന്റെ കൂടെ നമ്മൾ 24 അല്ലേ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് X25 കിട്ടാൻ X1ന്റെ കൂടെ 24D 24 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും ഇവിടെ? ഈക്വൽ ടു X1 100 ആണ്. 100 പ്ലസ് 24 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇവിടെ -1 ആണ്. ഈ മൈനസ് നമുക്ക് വെളിയിലെടുക്കാം. അപ്പൊ എന്ത് വരും? 100 മൈനസ് ഇവിടെ 5 ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് -5 ആണ്. അപ്പം 100 മൈനസ് 24 ഇൻറ്റു 5 എന്ന് വരും. 100 മൈനസ് 24 ഇൻറ്റു 5 എന്ന് കിട്ടും. ഇതെന്ത് വരും? ഈക്വൽ ടു 100 മൈനസ് 24 ഇൻറ്റു 5 എത്രയാണ്? 120 അല്ലേ. 120 ആണ്. അപ്പൊ നമുക്ക് X25 കിട്ടി. 25ാമത്തെ ടേം കിട്ടി. -20 -20 ആണ്. ഓക്കെ അല്ലേ? ഇതെങ്ങനെയാ കിട്ടിയെന്ന് ഡൗട്ട് ഉള്ളവർക്ക് 120ൽ നിന്ന് 100 പോയാൽ 20 അല്ലേ. 120ൽ നിന്ന് 100 പോയാൽ 20. നമ്മൾ തിരിച്ച് ചിന്തിക്കുക. 120ൽ നിന്നും 100 പോയാൽ 20 ആണ്. അങ്ങനെയാണെങ്കിൽ 100ൽ നിന്ന് 120 പോയാൽ, ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ പോയാൽ -20 വരും. സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദി 10th ടേം ഓഫ് ആൻ AP ഈസ് 46. നോക്കിയടാ, 10th ടേം 10ാമത്തെ പദം 46. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? 11th ടേം 51. ഓക്കെ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ആദ്യ പദം കണ്ടുപിടിക്കണം. X1 കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേമുകൾ. ഏതൊക്കെയാണ് ആദ്യത്തെ 5 ടേം? x1, x2, x3, x4, x5. ഇതല്ലേടാ ആദ്യത്തെ 5 ടേം. അപ്പൊ നമുക്ക് ആദ്യത്തെ 5 ടേം കൂടി കണ്ടുപിടിക്കണം. നമുക്കിവിടെ തന്നിരിക്കുന്ന ആൾക്കാരെ ഒന്ന് എഴുതാം. 10th ടേം x10 ഈക്വൽ ടു 46 ആണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 11th ടേം x11 ഈക്വൽ ടു 51 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ x10ഉം x11ഉം അടുത്തടുത്തുള്ള ടേം അല്ലേ? x10ഉം x11ഉം 10ാമത്തെ ടേമും 11ാമത്തെ ടേമും അടുത്തടുത്തുള്ള 2 ടേമുകൾ അല്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? d ഈക്വൽ ടു x11 മൈനസ് x10 ചെയ്താൽ പോരെ? x11 മൈനസ് x10 ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഈക്വൽ ടു 51 മൈനസ് 46 ഈക്വൽ ടു എത്ര കിട്ടും? 5. കോമൺ ഡിഫറൻസ് കിട്ടി, പൊതുവ്യത്യാസം കിട്ടി, 5 ആണ്. ഓക്കെ, ഇനി നമുക്ക് x1 ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. x1 കണ്ടുപിടിക്കാം. x1 ഈക്വൽ ടു, ഇവിടെ നമുക്ക് 10th ടേം വെച്ചിട്ട് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? x1 ഈക്വൽ ടു x10 മൈനസ് 9d അല്ലേ? 10ാമത്തെ ടേമിൽ നിന്നും 9 കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് 1ാമത്തെ ടേം കിട്ടും. ഈക്വൽ ടു x10 ഇവിടെ എത്രയാണ്? 46 മൈനസ് 9 ഇൻറ്റു 5 കോമൺ ഡിഫറൻസ് 5 ആണ്. ഈക്വൽ ടു 46 മൈനസ് 45 എന്ന് വരും. ഈക്വൽ ടു 1. നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി 1. അപ്പൊ A ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി 1. ഇനി B ക്വസ്റ്റ്യൻ നോക്കണം. ആദ്യത്തെ 5 ടേമുകൾ എഴുതണം. ഇവിടെ നമുക്ക് x1 കിട്ടിയില്ലേ? x1 കിട്ടി 5 ആണ്, സോറി 1 ആണ്. x1 ഈക്വൽ ടു 1. ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി 1. ഇനി എന്താ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമിന്റെ കൂടെ 1ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ? 1 പ്ലസ് 5 6 അല്ലേ? 1 പ്ലസ് 5 6 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആദ്യത്തെ 5 ടേമുകൾ എഴുതാമല്ലോ. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 6, തേർഡ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടണം. 6 പ്ലസ് 5 11. അടുത്ത ടേം കിട്ടാൻ 11ന്റെ കൂടെ 5 കൂട്ടുക. 11 പ്ലസ് 5 16. ഇവിടെ നോക്കിയടാ, 1 11 6 16. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരൂടാ? 1 11. ഇവിടെ 21 വരത്തില്ലേ? 16 പ്ലസ് 5 21 അല്ലേ? കിട്ടിയില്ലേ നമ്മുടെ ആദ്യത്തെ 5 ടേം? സിമ്പിൾ.